കൊടുക്കുക. ആ കർച്ചീഫ് മാഡത്തിന്റെ സെന്റ് ആക്കുകയാണ്. മീൻസ് ആ മാഡത്തിന്റെ മണം ആ കർച്ചീഫിലാക്കുകയാണ്. നമുക്കെല്ലാവർക്കും വിവിധ മണങ്ങളാണ്. നമുക്ക് ബോഡിക്ക് ഒരാൾക്കും ഈക്കൽ മണമല്ല. ഈ നിൽക്കുന്ന ആൾക്കാർക്കെല്ലാം വിവിധ മണങ്ങളാണ്. മാഡത്തിന്റെ നല്ലോണം റബ്ബ് ചെയ്തു. കണ്ടോ, ആ കർച്ചീഫിൽ മാഡത്തിന്റെ മണമായി കഴിഞ്ഞു. ഇനി നോക്കൂ, ഇവിടെ മണമില്ലാത്ത ഒരു 4 കർച്ചീഫ് ഇടുന്നുണ്ട്. ഈ വർക്ക് എന്തുവാണെന്നുള്ളത് നമ്മുടെ ഈ ക്രൈം സീനില് കൊലപാതക മോഷണം നടക്കുന്ന സീനുകളിൽ കള്ളൻ എന്തെങ്കിലും വസ്തു ഉപേക്ഷിച്ചിട്ട് പോകും എന്നുള്ളതാണ് ഒരു ക്രൈം തിയറി. അവിടുന്ന് ഇപ്പം ഒരു കൊലപാതകം നടത്തിയിരിക്കുകയാണ്. അവിടുന്ന് ഒരു കർച്ചീഫ് പോലീസിന് കിട്ടിയിട്ടുണ്ട്. ഈ കർച്ചീഫ് നമുക്കൊരാളെ സംശയമുണ്ട്. ഈ കൊലപാതകം നടത്തിയിരിക്കുന്നത് ഈ മാഡം ആണെന്നാണ് പോലീസിന് സംശയം. അപ്പൊ മാഡത്തിന്റെ എന്ന് പറയുന്ന ഒരു കർച്ചീഫ് അവിടുന്ന് കിട്ടി. അപ്പൊ ഈ മാഡത്തിന്റെ മണമുള്ള കർച്ചീഫ് ഇഷ്ടമുള്ള സ്ഥലത്ത് കൊണ്ടിടൂ. ആണോ, മാഡത്തിന്റെ കർച്ചീഫ് ഇട്ട് കഴിഞ്ഞു. മാഡം പറഞ്ഞ സ്ഥലത്ത്, മാഡത്തിന് ഇഷ്ടമായ സ്ഥലത്ത് മാഡത്തിന്റെ മണമുള്ള കർച്ചീഫ് ഇട്ടു. ബാക്കി ഒരു കർച്ചീഫിലും മാഡത്തിന്റെ മണമില്ല. അതിനാ കർച്ചീഫ് കമ്പനിക്കാരന്റെ മണം മാത്രമേ ഉള്ളൂ. ഇനി ആ ഡോഗിനെ നമ്മൾ മണം കൊടുത്ത് വിടാൻ പോവാണ്. നോക്കൂ, ആ മാഡത്തിന്റെ കയ്യിൽ മണം കൊടുക്കുകയാണ്. എന്നുവെച്ചാൽ കൊലപാതകം ചെയ്ത ആളെ മാഡമാണെന്നാണ് പോലീസിന്റെ സംശയം, നിഗമനം. ആ നിഗമനത്തിൽ മാഡത്തിന്റെ മണം കൊടുത്ത് ഈ കർച്ചീഫ് കളക്ട് ചെയ്യണം. അങ്ങനെ കർച്ചീഫ് കളക്ട് ചെയ്താൽ കൊലപാതകി ആ മാഡം തന്നെ ആണെന്ന് നമുക്ക് കൈയടിച്ച് സ്ഥാപിക്കാം. മാഡം എടുക്കട്ടെ, കർച്ചീഫ് എടുക്കട്ടെ. കണ്ടോ, അത് മണം കൃത്യമായി കിട്ടണം. കാരണം മാഡത്തിന് മണം കുറവുണ്ട്, 2 നേരം കുളിക്കുന്ന ആളാ. അതുകൊണ്ടാണ് ആ കർച്ചീഫ് കിട്ടാൻ ബുദ്ധിമുട്ട്. മനസ്സിലായോ? കുളിക്കാത്തമാര് വന്നാൽ അപ്പം പിടിച്ചേരാം. അപ്പൊ കൊലപാതകം നടത്തിയ